ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഗ്രീൻ പീസ് മുട്ട തയ്യാറാക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടി 6 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ എനിക്ക് കിട്ടുന്ന ഗ്രീൻ പീസ് അധികം വേവുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഞാനിത് കുതിർത്തൊന്നും വെച്ചിരുന്നില്ല. നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസ് അധികം വേവുള്ളതാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഈ തട്ടുകട സ്റ്റൈലിലെ ഗ്രീൻ പീസ് മുട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാളയും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കണ്ട. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്തത്. അധികം ചേർക്കരുത്, 2 നുള്ള് മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 4 മുട്ടയാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് സാധാരണ നമ്മൾ എഗ് ബുർജിയൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ്. ഇതിലേക്ക് കുറച്ച് വേവിച്ച ഗ്രീൻ പീസ് ചേർക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഏകദേശം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. മുട്ട ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 6 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസാണിത്. ഇത് നന്നായിട്ട് മുട്ടയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. കുരുമുളക് അല്പം കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അല്പം കൂടി കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഞാനിപ്പോൾ 2 നുള്ള് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തെത്തിയില്ലേ? എല്ലാവരും ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ തിരക്കിലാവും അല്ലേ? ഞാൻ കുറച്ച് ക്രിസ്മസ് റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക. ഇഷ്ടമായാൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മുട്ട പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇതിലേക്ക് അല്പം സവാള ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് മുട്ട ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.